ദേവാമൃതം ദേവാമൃതം. ഇന്ന് 1792 ആണ്ട് മീനമാസം 3-ാം തീയതി, അതായത് 2017 മാർച്ച് മാസം 17-ാം തീയതി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നക്ഷത്രം വിശാഖമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും 40 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളതും നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതുമായ നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് തൃശ്ശൂരിൽ നിന്നാണ് ബഹുമാനി ശർമാജി. എൻ്റെ മകളുടെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയാണ് കത്തെഴുതുന്നത്. അങ്ങയുടെ വിലയേറിയ ഉപദേശങ്ങളും പ്രശ്നപരിഹാര മാർഗ്ഗങ്ങളും പ്രതീക്ഷിക്കുന്നു. മകൾ 2 വർഷമായി ചർമ്മ അസുഖത്തിന് ചികിത്സ തേടുന്നു. വളരെ മനോവിഷമത്തിലാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഈ അസുഖമില്ല. മകളുടെ അസുഖം മാറുമോ? ജോലിയെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. മകൾ MSc മാത്സ് കഴിഞ്ഞ ആളാണ്. വിവാഹിതയുമാണ്. 2016 ജൂൺ 30 ഒരു ആൺകുഞ്ഞും ജനിച്ചു. ഉണ്ണിയെക്കുറിച്ചും അറിയുവാൻ താല്പര്യമുണ്ട്. സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ താല്പര്യപ്രകാരം വിവാഹം നടത്തിയതിനാൽ നാളെ നോക്കിയിട്ടില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹാര മാർഗ്ഗങ്ങൾ പറഞ്ഞു തരണം. കുട്ടികളുടെ ഗ്രഹനില താഴെ കൊടുക്കുന്നു. മകളുടെ ജാതകത്തിൽ ലഗ്നാധിപന്, അതായത് ധനു ലഗ്നം, ലഗ്നത്തിൻ്റെ അധിപൻ്റെ കൂടെ പാപഗ്രഹങ്ങളായ നീച രാശിയിൽപ്പെട്ട തുലാൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ, ചൊവ്വ, ബുധൻ, അങ്ങനെ ചതുർഗ്രഹ യോഗം, അങ്ങനെ 11-ാം ഭാവത്തിൽ നീച സൂര്യനോടുകൂടി ഉൾപ്പെടെ ചതുർഗ്രഹ യോഗമാണ് നിൽക്കുന്നത്. 12-ൽ സർപ്പവും നിൽപ്പുണ്ട്. സർപ്പം 12 നിൽക്കുന്നത് സോറിയാസിസ്, അതുപോലെ തന്നെ ചർമ്മരോഗങ്ങൾ മുതലായവ സർപ്പസംബന്ധമായ മാതൃ കുടുംബ വഴി ഒരു പക്ഷേ ചേർത്ത് വരുന്ന സ്ഥലമോ വീട്ടുപേരോ ആകാം. സർപ്പസംബന്ധമായിട്ടുള്ള ഒരു ശൈവ സർപ്പസംബന്ധമായ ദോഷമാണ് കാണുന്നത്. ചെറുപ്പത്തിലേ തന്നെ ഉണ്ടാകാം. കണങ്കാലിലും കൈകളിലും ഒക്കെ ഗുരുലഹത്വം അനുസരിച്ച് സ്വാഭാവികമായിട്ട് വരും. പ്രസവത്തോടു കൂടി അത് കൂടുതലായി ഇളകി എന്ന് മാത്രമേ ഉള്ളൂ. മകൾ വിവാഹം കഴിച്ചിരിക്കുന്നത് അനുജന്മ നക്ഷത്രക്കാരനെയാണ്. തിരുവാതിര, ചോതി, ചതയം ഈ 3 നക്ഷത്രങ്ങൾ അനുജന്മമാണ്. അനുജന്മ നക്ഷത്രങ്ങൾ തങ്ങളിൽ വിവാഹം കഴിക്കുവാൻ പാടില്ല. സഹോദര നക്ഷത്രങ്ങളായിട്ടാണ് പറയുന്നത്. മുജ്ജന്മപരമായ ബന്ധം ഉള്ളതുകൊണ്ട് വിവാഹം നടന്നു. എങ്കിലും ഇനി വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയുമായ സ്ഥിതിക്ക് പ്രത്യേകിച്ച് അതിന് എടുത്തു പറയത്തക്ക ദോഷങ്ങൾ ഒന്നുമില്ല. 2 പേരുടെയും പേരിൽ ഉമാ മഹേശ്വരം എന്ന് പറയുന്ന താന്ത്രിക ക്രിയ 2 പേരുടെയും പേർക്ക് നടത്തി ശിവപാർവതി പ്രാണപ്രതിഷ്ഠ നടത്തിയ വെള്ളിനൂൽ ശിവന് പടിഞ്ഞാട്ട് ദർശനമുള്ള ശിവന് സമർപ്പിക്കുന്ന പക്ഷം തിരുവാതിര, ചോതി, ചതയം അനുജന്മ നക്ഷത്രത്തിൽപ്പെട്ട വിവാഹം നടത്തിയതിന്മേലുള്ള ദോഷം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ചർമ്മസംബന്ധമായ രോഗങ്ങൾക്ക് സ്വസ്തികം പത്മമിട്ട് പേരും നക്ഷത്രവും അമ്മയുടെ പേരും കൂടെ ചേർത്ത് അഷ്ടനാഗഹോമം നടത്തുക. അഷ്ടനാഗഹോമം എന്ന് പറയുമ്പോൾ 18 തരം സർപ്പത്തിന് പ്രീതി വരുന്ന സർപ്പബലി ഉൾപ്പെടെ, പിന്നെ വർഷാവർഷം അല്ലെങ്കിൽ പിറന്നാൾ തോറും സർപ്പബലി അല്ലെങ്കിൽ 100 പാലും വഴിപാട് സർപ്പക്ഷേത്രത്തിൽ ചെയ്യുന്നതും, അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിലും സർപ്പക്ഷേത്രത്തിലും മഞ്ഞൾ പൊടി അഭിഷേകം ചെയ്യുന്നതും നല്ലതാണ്. ഇതിന് ഉപയോഗിക്കുന്നതായ മന്ത്രങ്ങൾ പ്രത്യേകിച്ച് ആദ്യം ഒരു 18 ദിവസം പെട്ടെന്ന് തന്നെ അത് മാറുന്നതിനും ശമിക്കുന്നതിനും പൂർവ്വജന്മാന്തരം സർപ്പങ്ങളുടെ നാഗരാജാക്കന്മാരുടെ അപ്രീതി മാറി പ്രീതി ഉണ്ടാവുന്നതിനും വേണ്ടി 18 ദിവസം സ്വസ്തികം പത്മമോ അല്ലെങ്കിൽ നാഗപത്മമോ ഇട്ട് പാല്, അതുപോലെ തന്നെ കരിക്ക്, പൂക്കുല മുതലായവ, അക്ഷതങ്ങൾ, കദളിപ്പഴം മുതലായവ നസിച്ചതിന് ശേഷം പ്രസ്തുത വേദമന്ത്രോച്ചാരണങ്ങളെ കൊണ്ട് പൂർണ്ണകുംഭത്തിലേക്ക് ആവാഹിച്ച് നാഗരാജാവിന് ജലാഭിഷേകം അല്ലെ പാലഭിഷേകം നടത്തുക. ഇപ്രകാരം ചെയ്യുന്ന പക്ഷം പുതുതായിട്ടുണ്ടാവുന്ന ത്വക്കുകൾക്ക് ഈ രോഗങ്ങൾ വരാതിരിക്കുവാനും ഉള്ളവ ഉണങ്ങിപ്പോകുന്നതിനും
ജന്മനാ ഉള്ള ഈ ശാപങ്ങൾ മാറിക്കിട്ടുന്നതിനും ഇടയാവുന്നതാണ്. ഓം ആപോഹിഷ്ടാമയോ ഭുവ സ്ഥാന ഊർജേ തദാധന മഹേരണായ ചക്ഷസേ ആപോഹിഷ്ടാമയോ ഭുവ സ്ഥാന ഊർജേ ദദാധന മഹേരണായ ചക്ഷസേ യോ വഃ ശിവതമോരസ തസ്യ ഭാര്യദേഹന ഉശതീരിവ മാതര തസ്മാ അരംഗമാമവോ യസ്യ ക്ഷയായ ജിന്വഥ ആപോ ജനയഥാജന ശംനോ ദേവി അഭിഷ്ടയ ആപോ ഭവന്തു പീതയേ ശയ്യോരഭിശ്രവന്തുന ഈശാനവാര്യാണാം ക്ഷയം ദിച്ചക്ഷണീനാം അപോ ആജാമി ഭേഷജം അപ്സും മേ സോമോ അബ്രവീതന്തവിശ്വാനി ഭേഷജം അഗ്നിഞ്ച വിശ്വശംഭുവം ആപപ്രണീത ഭേഷജം വരൂധം തന്വേ മമ ജോക്സ സൂര്യം ദൃശേ ഇതം ആപപ്രവഹത യൽക്കിഞ്ച ദുരിതമയി യദ്വാഹം അഭിദുദ്രോഹ യദ്വാശേപ ഉദാനൃതം ആപോ അദ്യന്വചാരിഷം രസേന സമഗസ്മഹി പയസ്വാനഗ്ന ആഗഹി തമ്മാ സംസൃതവത്സസാം കയാനശ്ചിത്ത ആഭൂവദൂതി സദാവൃത സഖാ കയാശതിഷ്ഠയാവൃതാ സ്കത്വാ സത്യോ മദാനാം മംഹിഷ്ടോ മസ്സദന്തസ ദൃഢാചിതാരിജേവസു അഭീഷണസഖിനാം അവിതാചരിതൃണാം ശതം ഭവാസ്യൂതിഭി ഏതോ നിന്ദ്രസ്തവാമ ശുദ്ധം ശുദ്ധേന സാംനാ ശുദ്ധൈരുഗ്ധേർവ വൃദ്ധ്വാംസം ശുദ്ധ ആശീർവാൻമമത്തു ഇന്ദ്ര ശുദ്ധേന ആഗഹി ശുദ്ധ ശുദ്ധാവിരൂതിഭി ശുദ്ധോരയന്നിധാരയ ശുദ്ധോ മമത് സൗമ്യഃ ഇന്ദ്ര ശുദ്ധോ ഹിനോരയം ശുദ്ധോ രത്നാദിദാശുഷേ ശുദ്ധോ വൃത്താണി വിജ്ഞതേ ശുദ്ധോ വാചം സുശാസസി. അങ്ങനെ തുടങ്ങി ഒരു 1.5 മണിക്കൂർ നേരം കൊണ്ട് തീരുന്നതായ ഇർക്കുകളെ കൊണ്ട് രാജാവ് നാഗേശ് ചിത്രകൂട മൂർത്തികളെ മുജ്ജന്മപരമായി പ്രീതിപ്പിച്ചുകൊണ്ട് ഈ ദേഹത്തെ ശരീരത്തിൽ നിന്നും സർപ്പസംബന്ധമായ ദോഷങ്ങളെയും 68 തരം വ്യാധികളെയും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ച് പൂർണ്ണ കുംഭത്തിലേക്ക് ജലവും പാലും നിറച്ച് ആവാഹിച്ച് നാഗരാജാവിന് അഭിഷേകം ചെയ്യുക. വർഷാവർഷം 100 പാലും വഴിപാടുകൾ ചെയ്യുക. ഇപ്രകാരം ചെയ്തു കഴിയുമ്പോൾ ഈ രോഗങ്ങൾ ക്രമേണ മാറുന്നതാണ്. ദമ്പതികൾക്ക് ഉമാമഹേശ്വരം എന്ന കർമ്മം ചെയ്ത് ശിവപാർവതി പ്രാണപ്രതിഷ്ഠ നടത്തിയ വെള്ളിനൂൽ പടിഞ്ഞാട്ട് ദർശനമുള്ള ശിവങ്ങൾ സമർപ്പിക്കുക. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, വ്യസനിക്കേണ്ട കാര്യങ്ങളില്ല. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കുക.